ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നേരം വൈകുന്നേരത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അതിന്റെ വിശകലനങ്ങളും അതിന്റെ ആഴത്തിലുള്ള വിവരങ്ങളിലേക്കും കടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പറയുകയാണ്. വളരെ പോസിറ്റീവായ ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. കാരണം നമ്മളുടെ ഓരോ ദിവസത്തെയും നെഗറ്റീവാക്കാൻ കഴിയുന്ന, പിന്നോട്ട് വലിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ പിന്നോട്ട് വലിക്കുന്ന, നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ആ ചിന്തകളെ അല്ലെങ്കിൽ ആ മനുഷ്യരെ അല്പം അകറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വൈകുന്നേരം വളരെ ഉണർവോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലയിലുണ്ടായ സ്ഫോടനം, അതിന്റെ ആഘാതത്തിൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല. അന്വേഷണ സംഘങ്ങൾ അതിന്റെ ആഴത്തിലുള്ള പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ വിവരങ്ങളായി പുറത്തു വരുമ്പോൾ ഈ സംഘം പദ്ധതിയിട്ടിരുന്നത് വളരെ ആസൂത്രിതമായ തുടർ സ്ഫോടനങ്ങൾക്കാണ് എന്ന വിവരം വരികയാണ്. രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി സമാഹരിക്കുകയായിരുന്നു ഇവർ എന്നതിന്റെ വിവരം വരികയാണ്. അവർ ഡൽഹിയിൽ 6 സ്ഫോടനം നടത്താനുള്ള നീക്കമാണ് നടത്തിയിരുന്നത് എന്നതിന്റെ വിവരമാണ് വരുന്നത്. അത് ഒരു പരിധിവരെ അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ആക്രമണ പദ്ധതി തകർക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആശ്വാസം അതിൽ കണ്ടെത്താം. ഒപ്പം തന്നെ 13 പേരുടെ ജീവൻ, ഇന്ന് ഒരാളുടെ കൂടി മരണം സ്ഥിരീകരിച്ചതോടെ ഡൽഹി സ്ഫോടനത്തിൽ മരിച്ച, ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആയിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വലിയ നഷ്ടം അവിടെ നിൽക്കുന്നു. അപ്പോഴും വലിയ ആക്രമണ പദ്ധതികളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇവർ അതിനുവേണ്ട സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു. ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. മാത്രവുമല്ല, ഒരു ഡോക്ടർ കൂടി പിടിയിലായിരിക്കുന്നു. അങ്ങനെ പിടിയിലായിരിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം 6 ആയിരിക്കുന്നു. ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ 2 വിദ്യാർത്ഥികൾ, ഫരീദാബാദിലെ ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണ്. ഒപ്പം ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുണ്ട്. ഈ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത് ജെയ്ഷെ മുഹമ്മദിലേക്കും അതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഇതിന് പിന്നിലുള്ള കരങ്ങളിലേക്കുമാണ് എന്നത് കൂടിയാണ് ഇപ്പോഴത്തെ വസ്തുത. ഇന്നലെയാണ് കേന്ദ്രം ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ, പാകിസ്ഥാന്റെ ഉൾപ്പെടെയുള്ള ബന്ധം തെളിയിക്കുന്ന തരത്തിലേക്കുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ, ഇവർ പദ്ധതിയിട്ടിരുന്നത് വലിയ സ്ഫോടനങ്ങൾക്കാണ്. അത് ഒരു പ്രത്യേക ദിവസം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനം നടത്താനുള്ള നീക്കമാണ് ഇവർ നടത്തിയിരുന്നത്. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികമായ ഡിസംബർ 6 ഈ സ്ഫോടനങ്ങൾ നടത്തണം എന്നതായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു 6 ഈ സ്ഫോടനം ഒരേ സമയം നടത്തണം എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനു വേണ്ടുന്ന തരത്തിൽ വാഹനങ്ങൾ ഇവർ ശരിയാക്കുന്നു. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി ഈ സ്ഫോടന പരമ്പരയ്ക്ക് എന്ന തരത്തിൽ ഇവർ അവരുടെ കൈവശം വെച്ചിരുന്ന വാഹനങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ തരത്തിൽ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ആവശ്യമായ സാധനങ്ങൾ ഇവർ സമാഹരിച്ചിരുന്നു എന്നതിന്റെ വിവരമാണ് വരുന്നത്. ഒരേ സമയം 4 നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. ഇത് 2 പേരടങ്ങുന്ന 4 സംഘങ്ങളായി സ്ഫോടനം നടത്താനുള്ള നീക്കമായിരുന്നു. 6 സ്ഫോടനം നടത്താനുള്ള നീക്കമുണ്ട് എന്ന തരത്തിലും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത് 2 പേർ വീതമുള്ള സംഘങ്ങളായി തിരിഞ്ഞ് ഈ സ്ഫോടനം നടത്താനാണ് ഇവരുടെ ശ്രമമുണ്ടായിരുന്നത്. ഇതിനായി സിഗ്നൽ ആപ്പിൽ ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ 6 തന്ത്രപ്രധാന ഇടങ്ങളിൽ ബാബറി മസ്ജിദിന്റെ വാർഷികത്തിന് ഈ സ്ഫോടനം നടത്തണം എന്നതും ഇവരുടെ ഒരു ആലോചനയായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ വിവരം ഇങ്ങനെ ഭീകരാക്രമണത്തിന് ഈ സംഘം പദ്ധതിയിട്ടിരുന്നു എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിലാണ്, ഇവർ നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്
ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഡൽഹിയിൽ നടന്നത് ആ രീതിയിൽ ആസൂത്രിതമായി നടത്തിയ ഒന്നല്ല എന്നതുകൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, ഈ സംഘം നേരത്തെയും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അത് ഉമർ നബിയും കൂട്ടാളികളും ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പദ്ധതിയിട്ടിരുന്ന കാര്യങ്ങളാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കിടയിലോ ദീപാവലിക്കോ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ നീക്കം. പക്ഷേ അത് നടക്കാതെ പോയി. ഉമറും അറസ്റ്റിലായ മുസുമൽ ഷക്കീലും കഴിഞ്ഞ ജനുവരിയിൽ ചെങ്കോട്ട സന്ദർശിച്ചിരുന്നു. നമുക്കറിയാം, ചെങ്കോട്ടയ്ക്ക് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ചരിത്ര സ്മാരകമായ ചെങ്കോട്ടയ്ക്ക് അടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരുന്നത്. അത് വലിയ നമ്മുടെ തന്ത്രപ്രധാന മേഖലയാണ്. അതുകൂടി ഒരു വലിയ പ്രാധാന്യമായിരുന്നു. ആ ചെങ്കോട്ട ഇരുവരും ജനുവരിയിൽ സന്ദർശിച്ചിരുന്നു. മുസ്മിലിന്റെ ഈ ഫോൺ പിടിച്ചെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഇവർ എത്തിയ സ്ഥലങ്ങൾ സംബന്ധിച്ചുള്ള ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ദീപാവലി പോലുള്ള ആഘോഷ അവസരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. സംഭവ ദിവസം ഉമർ ഏതാണ്ട് 11 മണിക്കൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പിന്നീട് പരിഭ്രാന്തനാവുകയായിരുന്നു. താനും പിടിക്കപ്പെടും എന്ന ബോധ്യത്തിൽ ആയിരുന്നു ഇയാൾ വാഹനമെടുക്കുകയും ആ രീതിയിലൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഒന്നുകിൽ അബദ്ധത്തിലുണ്ടായ സ്ഫോടനം, അല്ലെങ്കിൽ താൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സ്ഫോടനം എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇനി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാറുകൾ, ഇതിനോടകം 32 കാറുകൾ ഈ സംഘം കൈക്കലാക്കിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. 32 കാറുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു, എത്ര വലിയ ആസൂത്രണമാണ് ഇവർ നടത്തിയിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാകും. അത് ഈ സ്ഫോടക വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനും സ്ഫോടനം നടത്തുന്നതിനും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ 32 വാഹനങ്ങൾ. നിസാര പൈസയ്ക്ക് 1.5 ലക്ഷം രൂപയൊക്കെ വരുന്ന പഴയ വാഹനങ്ങളാണ് ഇടനിലക്കാരെ ഉപയോഗിച്ച് വാങ്ങുന്നത്. ഈ വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്ത് ഒരു തരത്തിലും അന്വേഷണ സംഘം തങ്ങളെ തേടി വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കൈമാറ്റങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ 32 കാറുകൾ സംശയനിഴലിലാണ്. ഇപ്പോൾ ഇതിനോടകം കണ്ടെത്താനായിട്ടുള്ളത് 4 വാഹനങ്ങൾ മാത്രമാണ്. ഒന്ന് i20 വാഹനമാണ്. അത് ഉമർ നബി സഞ്ചരിച്ചിരുന്ന വാഹനമാണ്. അത് സ്ഫോടനത്തിൽ പാടെ തകർന്നിരുന്നു. മറ്റൊന്ന് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. അത് കണ്ടെത്തിയിരുന്നു. ആ വാഹനം രണ്ടാമത്തേതാണ്. അത് തീവ്രവാദ പദ്ധതിക്ക്, സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ട് വാങ്ങിയ കാറാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഹൈദരാബാദിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ സംഭവത്തിന് ശേഷം ഈ ഫോർഡ് എക്കോസ്പോർട്ട് കണ്ടെത്തുന്നത്. മറ്റൊന്ന് ബ്രസയാണ്. ബ്രസ ഇതിലെ വനിതാ ഡോക്ടർ, ഈ വനിതകളെ ഈ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്ന വനിതാ ഡോക്ടർ ഉപയോഗിച്ചിരുന്ന ബ്രസയുടെ കാറാണ്. അതും കണ്ടെത്താനായിട്ടുണ്ട്. മറ്റൊരു സ്വിഫ്റ്റ് വാഹനം കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 6 സ്ഫോടനം നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ 2 കാറുകൾ കൂടി ഉണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. അതായത് സ്ഫോടനത്തിന് ഉപയോഗിക്കാനായി വാങ്ങിയ 2 കാറുകൾ കൂടിയുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഈ വാർത്തകൾ വന്നതിന് ശേഷമാണ് ഈ എക്കോസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഫോർഡ് എക്കോസ്പോർട്ട് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെ ഹൈദരാബാദിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ നിലയിൽ മറ്റു വാഹനങ്ങളും ഉപേക്ഷിച്ചിരിക്കാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്തായാലും അത് കണ്ടെത്താനുള്ള ശക്തമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങൾ ഇവർ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കാൻ ശേഖരിച്ചു വെച്ചിരുന്നു, കരുതിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന് മുൻപ് ഈ ഡോക്ടർ ഉമർ ഓൾഡ് ദില്ലിയിൽ എത്തിയിരുന്നു എന്നതിന്റെ വിവരവും ലഭിച്ചിട്ടുണ്ട്. ലീല മൈതാനത്തിന് സമീപമുള്ള പള്ളിയിൽ ഉമർ സമയം ചെലവഴിച്ചു. 10 മിനിറ്റ് നേരം പള്ളിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് 2:30 ഉമർ ചെങ്കോട്ടയ്ക്ക് അടുത്തേക്ക് പോയത്. ഉമർ എത്തിയ പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ കൂടി ഇതിൽ പിടിയിലായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ട ഇതുവരെ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകരതയാണ്
ഇവിടെ അങ്ങനെ ഒരു മൊഡ്യൂളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമായിട്ടുണ്ട്. അതിൽ 6 ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ വരികയാണ്. അവർ പിടിയിലായിരിക്കുന്നു. കാൺപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നേരത്തെ പിടിയിലായ പർവേസിനെ ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ഇതോടെ 6ആയി. ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. ഈ സർവകലാശാല അക്രഡിറ്റേഷൻ അപേക്ഷിക്കുകയോ അക്രഡിറ്റേഷൻ ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത സർവകലാശാലയാണ്. അവിടെ വിദ്യാർത്ഥികളും ഈ ഭീകരവാദ സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട് എന്നതിന്റെ വിവരം കൂടിയാണ് വരുന്നത്. 2 വിദ്യാർത്ഥികൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട്. അവർ അതിൽ അവരുടെ പങ്ക് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. കൂടുതൽ അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ ഇവരുടെ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സമഗ്രമായ പരിശോധനയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായ കൂടുതൽ ഡോക്ടർമാർക്കായുള്ള തെരച്ചിൽ രാജ്യവ്യാപകമായി തന്നെ ഈ അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുകയാണ്. 2ലേറെ ഡോക്ടർമാർ കൂടി ഈ നെറ്റ്വർക്കിൽ ഉണ്ട് എന്നതിന്റെ വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അന്വേഷണ സംഘം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ 8 ഡോക്ടർമാരുടെ സംഘമാണ് ഈ ടെറർ മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്, ഇതിന് നേതൃത്വം നൽകിയിരുന്നത് എന്ന് വ്യക്തമാകുന്നു. NIA എന്തായാലും 10-അംഗ SIT രൂപീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാപക തെരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവരികയാണ്. ഭീകരർക്ക് തുർക്കിയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ അത്തരമൊരു സംശയം ഉയരുന്നതാണ്. ഈ ഉമറും മുസമിനും തുർക്കി സന്ദർശിച്ചിരുന്നു. 1ലേറെ തവണ തുർക്കി സന്ദർശിച്ചതിന്റെ വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്നുള്ള ചിലരുടെ സഹായങ്ങളും ഉപദേശങ്ങളും ഇവർ തേടിയിരുന്നതായി വിവരങ്ങൾ വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി ഊർജിതമാക്കുന്നു. ഇവർക്ക് തുർക്കിയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ പരിശോധനയാണ് NIA നടത്തുന്നത്. നമുക്കറിയാം, ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ വേര് എവിടെയൊക്കെ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തുർക്കിയിൽ നിന്നുള്ള ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. ഈ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് അത് തുർക്കിയിൽ നിർമ്മിച്ചതാണ് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. ആ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിച്ചിരുന്ന നിലപാടുകളും ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും യോജിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവിടെയാണ് ഈ ഭീകരരുടെ തുർക്കി ബന്ധം കൂടുതൽ ചർച്ചയാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടക്കാൻ പോകുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ണികൾ പാകിസ്ഥാനിലേക്കാണ് എത്തുന്നത് എന്നതുകൂടി വ്യക്തമാകുന്നു. ഇന്നലെയാണ് നമ്മുടെ മന്ത്രിസഭാ സമിതി, സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള സമിതി ചേർന്ന് ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ആദ്യ ദിവസം, 2ാം ദിവസം ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലും ഒരു ഭീകരാക്രമണമാണ് എന്നൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം. അപ്പോൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത് ഭീകരാക്രമണം ആണ് എന്ന് പറയുന്നത്. അത് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ഈ ഡോക്ടർമാരിൽ പ്രധാനികൾക്ക് ഉണ്ടായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രവുമല്ല, രാജ്യത്ത് സ്ഫോടന പരമ്പര നടത്താൻ തന്നെ ഇവർ പദ്ധതിയിട്ടിരിക്കുന്നു എന്നതിന്റെയും അതിനുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന്റെയും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് അത്തരമൊരു ഭീകരാക്രമണം എന്ന സ്ഥിരീകരണത്തിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റിലായ ഈ ലക്നൌ സ്വദേശി ഡോക്ടർ ഷഹീന് ഈ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധം, ഈ വനിതാ ഡോക്ടർക്ക് ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ജെയ്ഷെ നേതാവ് മഹ്മൂദ് അസറിന്റെ മരുമകന്റെ ഭാര്യ ഇവരുടെ അടുത്ത സുഹൃത്താണ് എന്നതിന്റെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അന്വേഷണ സംഘത്തിന്. ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. ഈ ഡോക്ടർ ഷഹീൻ ഒരു വിവാഹം കഴിച്ച് വിവാഹമോചിതയാണ്. ഇവർക്ക് കുട്ടികളുണ്ട്. അവർ പിന്നീട് കുടുംബവുമായി അകന്ന് കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് മുസമിനുമായി ഇവർ ബന്ധം സ്ഥാപിക്കുകയും അവർ ഒരുമിച്ച് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്തത്. ഇവരുടെ മുൻ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർ ഒരിക്കലും പർദ്ദ ധരിച്ച് താൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇവർ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറിയിരുന്ന വ്യക്തിയാണ് ഇവർ എന്ന് പറയുന്നു. പക്ഷേ അവർ ഇപ്പോൾ ഈ ഭീകര പ്രവർത്തനങ്ങളുടെ
നെടും തൂണായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ട്. മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഷഹീന് ബന്ധമുണ്ട്. അവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആരിഫ ബീവിയുമായി ഷഹീൻ സമ്പർക്കത്തിലായിരുന്നു എന്ന് ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. ജെയ്ഷെ വനിതാ സംഘത്തിനായി ഷഹീൻ പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ജെയ്ഷെ മുഹമ്മദിലെ ഉന്നതരുമായി ഷഹീന് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ആ ഭീകര സംഘടനയുടെ ഇതിലെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളായി ഈ ഷഹീന്റെ ഇടപാടുകൾ കൂടി മാറുകയാണ്. അപ്പോൾ എല്ലാ കണ്ണികളും ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു മൊഡ്യൂൾ, അത് ഇന്ത്യക്കാരായ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഭീകരരെ ഉപയോഗിച്ച് രാജ്യത്തിനെതിരെ പ്രവർത്തനം നടത്താൻ അവരെ പ്രാപ്തരാക്കി അങ്ങനെ സംഭവിപ്പിച്ച സ്ഫോടനമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, രാജ്യത്തെ അപായപ്പെടുത്താൻ 6 ഇടങ്ങളിൽ കനത്ത സ്ഫോടനത്തിന്, ബാബറി മസ്ജിദ് ദിനത്തിൽ കനത്ത സ്ഫോടനത്തിന് 6 തന്ത്രപ്രധാന ഇടങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ സ്ഫോടനം നടത്താൻ ഇവർ ശ്രമിച്ചതിന്റെ, അതിന് തയ്യാറെടുപ്പ് നടത്തിയതിന്റെ, ആസൂത്രണം നടത്തിയതിന്റെ തെളിവുകൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതയിലേക്ക് രാജ്യം നീങ്ങുന്ന സാഹചര്യമാണ്. വൈറ്റ് കോളർ ടെററിസത്തിന്റെ വേരുകൾ എവിടെയെന്നത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് അടിമുടി നശിപ്പിക്കും വരെ ഇനി രാജ്യത്തിന് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. എന്തായാലും കുറേ നാൾ നമ്മുടെ പൊതുവിടങ്ങൾ സുരക്ഷിതമെന്ന് നമ്മൾ കരുതി. പക്ഷെ അവിടങ്ങളിലേക്ക് ഭീകരവാദത്തിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അത് ഓരോ മനുഷ്യനെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. എന്തായാലും ഭീകരവാദത്തോട് സന്ധിയില്ല എന്നതാണ് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഉത്തരവാദികളായവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് അധികാരികൾ ഉറപ്പു നൽകുന്നു. ആ ഉറപ്പ് നമുക്ക് വിശ്വസിക്കാം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ നമുക്ക് ഏവർക്കും അണിനിരക്കുകയും ചെയ്യാം. ഇന്ത്യയിൽ സ്ഫോടനമുണ്ടായി 17 മണിക്കൂറിന് ശേഷമാണ് ഇസ്ലാമാബാദ് വലിയ രീതിയിൽ ഒരു ചാവേർ ആക്രമണത്തിന് വേദിയായത്. ഇസ്ലാമാബാദിലെ കോടതി കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത്. 12 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭീകരവാദ ആക്രമണമാണ് നടന്നത് എന്ന് സ്ഥിരീകരിക്കാൻ 2 ദിവസത്തെ സമയമെടുത്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഭീകരവാദ ആക്രമണം എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതിനു മുൻപ് തന്നെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രകോപനം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അത് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകുന്നത്. തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി വലിയ രീതിയിൽ ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും പാക് അഫ്ഗാൻ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ, അതിലും അപ്പുറം നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു, കിഴക്കിന്ത്യയോടും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വീമ്പിളക്കലാണ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ഒരു പ്രകോപനം ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രവുമല്ല, ഇന്ത്യയിൽ നടന്ന ആക്രമണത്തെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും അങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ഖ്വാജ ആസിഫ് ഈ പ്രകോപനപരമായ പരാമർശവും അവകാശവാദവുമായി രംഗത്ത് വരുന്നത് ഒരു അഭിമുഖത്തിലാണ്. ഇന്ത്യക്കെതിരെയും താലിബാനെതിരെയും യുദ്ധം ചെയ്യാൻ തങ്ങളുടെ രാജ്യം പൂർണ്ണമായും സജ്ജമാണ് എന്നതാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ആദ്യ റൗണ്ടിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു, 2ാം റൗണ്ടിലും ഞങ്ങളെ സഹായിക്കും എന്ന് മുൻപ് നടന്ന ഓപ്പറേഷനുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രകോപനമായി തന്നെ കാണണം. കിഴക്കുവശത്തുള്ള ഇന്ത്യയോടും പടിഞ്ഞാറുള്ള അഫ്ഗാനെയും പരാമർശിച്ചുകൊണ്ട് ഖ്വാജ ആസിഫ് യുദ്ധപ്രഖ്യാപനം എന്ന നിലയിലാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെ ഖ്വാജ ആസിഫ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതൊരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച ആക്രമണമാണ് എന്ന രീതിയിൽ
വളരെ ചെറുതായി ലഘൂകരിച്ച് പരിഹാസ രൂപേണ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇന്ത്യ ഈ സംഭവത്തെ, സിലിണ്ടർ പൊട്ടിത്തെറിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് എന്നതാണ് ഖ്വാജ ആസിഫ് ആരോപിച്ചത്. അപ്പോൾ ഇനി ഭാവിയിൽ ഇന്ത്യ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന ഒരു പരാമർശം കൂടി ഖ്വാജ ആസിഫ് നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ പരാമർശം ഇപ്പോൾ വലിയ ഒരു പ്രകോപനം എന്ന നിലയിലാണ്, പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകോപനം എന്ന നിലയിലാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഷഹബാസ് ഷെരീഫ് ഈ സ്ഫോടനം ഉണ്ടായതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. 12 പേരാണ് ഇസ്ലാമാബാദിലെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊരു ചാവേർ ആക്രമണമായിരുന്നു. ഈ ചാവേർ കോടതിക്കുള്ളിലേക്ക് കടക്കാനും അവിടെ ആക്രമണം നടത്താനും പദ്ധതിയിട്ടിരുന്നതാണ്. പക്ഷേ അത് നടക്കുന്നില്ല. അനിസ്ലാമിക നിയമങ്ങൾ പ്രകാരം വിധികൾ നടപ്പാക്കിയ ജഡ്ജിമാരെയും അഭിഭാഷകരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടാണ് ഈ ചാവേർ എത്തുന്നത്. അപ്പോൾ ഈ കോടതിക്കുള്ളിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. അതിനുശേഷം അടുത്ത് കണ്ട പോലീസ് വാഹനത്തിലേക്ക് ഈ കാർ ഇടിച്ച് കയറ്റി സ്ഫോടനം സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാരുൾപ്പെടെ 12 പേരാണ് ആ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം തെഹ്രീക്ക് താലിബാൻ ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഉടൻ തന്നെ ഏറ്റെടുത്തു. നേരത്തെയും TTPയുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഖൈബർ പത്തുൻഖ മേഖലയിൽ ഉൾപ്പെടെ അതിന് തൊട്ടടുത്ത ദിവസം വലിയ ഏറ്റുമുട്ടൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സേനയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അത് പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരുന്നു. വാനയിലെ കേഡറ്റ് കോളേജിലായിരുന്നു തെഹ്രീക്ക് താലിബാൻ ആക്രമണം നടത്തിയത്. അത് ആ ഒരു പ്രശ്നത്തിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിൽ ഈ സ്ഫോടനവും ഉണ്ടാകുന്നത്. തെഹ്രീക്ക് താലിബാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷെ അതിനുശേഷവും അതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചത്. ഇത് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അഫ്ഗാൻ താലിബാൻ നടത്തുന്ന സ്ഫോടനം എന്ന നിലയിലാണ് ഷഹബാസ് ഷെരീഫ് അതിനെ വിശദീകരിച്ചത്. അഫ്ഗാനെയും ഇന്ത്യയും ഒരേ സമയം ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിർത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷേ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിച്ചത്. സ്വന്തം ജനങ്ങളെ തന്നെ പാകിസ്ഥാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന നിലയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിനോട് പ്രതികരിച്ചത്. ലോകത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാം എന്ന ഒരു കാര്യവും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലുണ്ടായ സ്ഫോടനം സിലിണ്ടർ സ്ഫോടനമാണെന്നും അതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിൽ കെട്ടിവെച്ചേക്കാമും എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുകൂടി പറയുന്നത്. നമുക്കറിയാം, പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് ശേഷം ഇനി ഇന്ത്യൻ മണ്ണിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്നത് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടക്കം മാത്രമാണെന്നും അത് അവസാനിച്ചിട്ടില്ല എന്നതും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ഭീകരാക്രമണം നടത്തിയാൽ ഇന്ത്യ അതിന് തിരിച്ചടിക്കും എന്ന് ഉറപ്പുള്ള പാകിസ്ഥാൻ വിരളി പൂണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉത്തരവാദിത്തം തങ്ങളിലേക്ക് തന്നെ എത്തും എന്ന ഭയപ്പാട് മൂലം ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലാണ് അവിടുത്തെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ ഭീകര സംഘടന, ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടത്, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, അതിലേക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് അത് കണ്ടെത്തുന്നതിലേക്ക് തെളിവുകൾ എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ത്യയിലെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഭീകരവാദികളെയാണ് ഇത് ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഗൂഢാലോചന മറ്റ് രാഷ്ട്രങ്ങളിലാണോ നടന്നത് എന്നതിന്റെ സംശയമുണ്ട്. എന്തായാലും പക്വമായ നിലപാടാണ് ഇതിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇത് ഒരു ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിക്കുന്നതിന് പോലും പരിശോധനകൾക്കും തെളിവുകൾക്കും ശേഷമാണ് അത്തരമൊരു നിലപാടെടുത്ത് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴാണ് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്നത്. ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനും കൈകഴുകാനും ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നോ എന്നതിന്റെ സൂചനകളായി കൂടി ഈ അഭിപ്രായ പ്രകടനത്തെ കാണണം. എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ വലിയ കരുതലോടുകൂടിയാണ് മുന്നോട്ടു പോകുന്നത്. ഭീകരവാദത്തിനോട് സന്ധിയില്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ചായിരിക്കും ഇനി എന്ത് നിലപാട്, നടപടി എന്നതിലേക്ക് നമ്മുടെ രാഷ്ട്രം
എത്തുക? ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. PM ശ്രീയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കലിപ്പ് തീരുന്നില്ല എന്നതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ മുന്നണിയിൽ ആലോചിക്കാതെയും ഒപ്പം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെയും ഒപ്പിട്ടത് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് കാര്യങ്ങളെ എത്തിച്ചത്. ഒടുക്കം CPIയുടെ ശക്തമായ നിലപാടിന് മുന്നിൽ അടിയറ വെക്കേണ്ടി വരുന്ന സാഹചര്യം CPMനുണ്ടായി. പിന്നീട് ആ പദ്ധതിയിൽ തൽക്കാലം മരവിപ്പിക്കാനും കേന്ദ്രത്തിന് കത്തയക്കാനും തീരുമാനമെടുത്തുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിച്ചിരുന്നത്. അങ്ങനെ പരിഹരിച്ചു എന്ന് കരുതുമ്പോൾ കേന്ദ്രത്തിന് കത്തയക്കുന്നത് ദീർഘമായി നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. 2 ആഴ്ചയായിട്ടും ആ കത്തയക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളായും മറ്റുമൊക്കെ വരുമ്പോൾ നേതാക്കൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. CPI വീണ്ടും പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് 2 മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി ഇന്നലെ വിദ്യാഭ്യാസ സെക്രട്ടറി ആ കത്ത് കേന്ദ്രത്തിന് അയക്കുമ്പോൾ ആ പ്രശ്നം ഇതോടുകൂടി തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും കരുതുമ്പോഴാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ചില പരാമർശങ്ങൾ നടത്തുകയും ആ പ്രശ്നം വീണ്ടും സജീവമാക്കുകയും CPI ഏറ്റുമുട്ടലിന് വീണ്ടും ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ച കാരണങ്ങൾ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ബിനോയ് വിശ്വത്തിന്റെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൽ പ്രകോപിതനായാണ് ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലിന് വി ശിവൻകുട്ടി തയ്യാറായിരിക്കുന്നത്. ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് ഇടതുപക്ഷത്തിന്റെ LDFന്റെ വിജയം എന്ന നിലയിലാണ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഒന്നും കഥയല്ല, അങ്ങനെ ഒരു പ്രശ്നമല്ല ഇത്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആരുടെയും ക്ലാസ് ആവശ്യമില്ല. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് അത് പഠിക്കേണ്ട ഗതികേടൊന്നും CPMനില്ല എന്നതാണ് കൃത്യമായി പറഞ്ഞാൽ വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ല എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അടഞ്ഞ അധ്യായമല്ല, ഇത് തൽക്കാലം നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ ഈ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്നത്. ഈ ജനയുഗത്തിൽ വന്ന ലേഖനത്തിൽ വലിയ അതൃപ്തി വി ശിവൻകുട്ടി പ്രകടിപ്പിച്ചു. CPIയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. PM ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതു നയങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടികൾ കൈവശം വെച്ചിരിക്കുന്നതല്ല, അത് എല്ലാവർക്കും ബാധകമായ ഒന്നാണ്. എല്ലാവരും മുറുകെ പിടിക്കുന്നതാണ് ആ മൂല്യങ്ങൾ. ആര് ത്യാഗം സഹിച്ചു, ആര് ത്യാഗം സഹിച്ചില്ല എന്നതൊന്നും പറയാൻ താനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ആരൊക്കെയാണ് ദേശീയ തലത്തിൽ സമരം ചെയ്തതെന്നും ത്യാഗം സഹിച്ചതെന്നും ഈ അവസരത്തിൽ പറയുന്നില്ല. കത്ത് കൊടുത്ത സ്ഥിതിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ട് എന്നത് പറയുന്നു. നമുക്കറിയാം,
സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടിന്റെ ഒരു ഭാഗം കേന്ദ്രത്തിന് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇത് അന്തിമമായ ഒരു തീരുമാനമല്ല, ഒരു പക്ഷേ PM ശ്രീയിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, CPI ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായി CPIക്കുള്ള മറുപടിയാണ്. ഇത് CPIക്ക് മുന്നിൽ തങ്ങൾ തോൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ തലകുനിക്കേണ്ടി വന്നു എന്നൊരു സാഹചര്യം ധ്വനിപ്പിക്കുന്നുണ്ട് ഈ പ്രസ്താവന. അതങ്ങനെയല്ല. ഇത് എല്ലാ ഈ ഇടത് മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഉണ്ട്. അത് അങ്ങനെ ഉണ്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ്. അതൊരു ജയപരാജയം തീരുമാനിക്കുന്ന സംഗതിയല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഫണ്ട് ഇനി കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമായിരിക്കില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചെയ്തത്. അതായത് CPI ആണ് ഇതിൽ കടുംപിടുത്തം നടത്തിയിരിക്കുന്നത്. ആ കടുംപിടുത്തത്തിന് വിധേയമാകേണ്ടി വന്നതാണ്. അപ്പോൾ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ തന്റെ മേലായിരിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം എന്ന് കൂടിയാണ് ഇന്ന് V ശിവൻകുട്ടി പറയുന്നത്. പക്ഷെ നോക്കൂ, ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ മുന്നണിയെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രശ്നമായി ഇത് രൂപപ്പെട്ടു. പരസ്യമായി ആ പ്രശ്നം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, അത് ചർച്ചയാകുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നു. തങ്ങൾ അപമാനിതരായി എന്നൊരു ബോധം CPIക്ക് ഉണ്ടാകുന്നു. CPIക്ക് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ആ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും, അത് അങ്ങനെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകരും എന്ന ഒരു ഘട്ടം വരെ എത്തിയ വിഷയത്തിലാണ് പിന്നീട് സമവായം ഉണ്ടാകുന്നത്. ആ സമവായം CPI അംഗീകരിക്കുകയായിരുന്നു. പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ടെന്ന് അല്ല, ഇപ്പോൾ റദ്ദാക്കും, പിന്നീട് മന്ത്രിസഭാ ഉപസമിതി ഇത് പഠിച്ച് വേണ്ട തീരുമാനമെടുക്കും എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും പരസ്യ പ്രസ്താവനകളിലേക്ക് മന്ത്രി V ശിവൻകുട്ടി എത്തുന്നു. അതിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എത്തുന്നു. പക്ഷേ അദ്ദേഹം ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇത് ഇങ്ങനെ ചർച്ചയാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം CPIക്കുണ്ട് എന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്നത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമെന്നും അതിന്റെ കാതൽ എന്താണെന്നും CPIക്ക് അറിയാം തുടങ്ങിയ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. പക്ഷേ ഈ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. ഈ കാര്യങ്ങളിൽ ഇടതു മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ മന്ത്രി V ശിവൻകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും MA ബേബിക്കുമായിരിക്കും എന്ന് പറയുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. കൂടുതൽ തുറന്നു പറച്ചിലിനൊക്കെയോ ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്കോ ഉള്ള പ്രസ്താവനകൾക്ക് തങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന സൂചനയാണ് ബിനോയ് വിശ്വം നൽകിയത്. അറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാതലെന്ന്. CPIക്ക് അറിയാം എന്താണ് CPM ബന്ധമെന്നും അറിയാം CPIക്ക്. അതെല്ലാം കൊണ്ട് CPI പറഞ്ഞു സംശയമെന്ന് വാക്കുന്നുണ്ട കത്തയക്കുക. ആ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ആശങ്ക അസ്ഥാനത്താണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. PMC പോലെ ഒന്നിൽ CPIക്കും CPMനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതകളിലായിട്ടുള്ള വിജയമാണ്. ഇതൊക്കെ പറയുമ്പോഴും മന്ത്രിസഭാ ഉപസമിതി ഇതുവരെ യോഗം ചേർന്നിട്ടില്ല, തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുണ്ടാകുന്ന ഈ ഏറ്റുമുട്ടൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന തീരുമാനത്തിൽ അതിൽ നിന്ന് മാറേണ്ടി വന്നതിന്റെ ഏറ്റുമുട്ടൽ തന്നെയായി വേണം കാണാൻ. കാരണം ഇതിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോൾ നിർബന്ധിതമായെങ്കിലും അതൊരു ശാശ്വതമായ തീരുമാനമല്ല. ഒരുപക്ഷെ ആ പദ്ധതിയിലേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നയപരമായ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് CPMനും CPIക്കും ഇടയിൽ
PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിട്ടുവീഴ്ചകൾ വേണ്ടിവരും CPIക്ക് എന്നതിന്റെ ഒരു സൂചനയായി കൂടി വേണം ഇത് കാണാൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലമെങ്കിലും കഴിഞ്ഞു പോകണം ഏറ്റുമുട്ടലുകൾ ഇല്ലാതെ എന്നതാണ് മുന്നണിയിലെ മറ്റുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സാധ്യമാകുമോ എന്നത് ഇന്നത്തെ ഏറ്റുമുട്ടലോടുകൂടി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും ഈ തീരുമാനത്തിലേക്ക് തന്നെ എത്തിയത് ഈ സാഹചര്യം വഷളാക്കാതിരിക്കാനാണ്. അപ്പോൾ കൂടുതൽ ഇടപെടൽ ഇത് ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. താൽക്കാലികമായി ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു, കത്തയച്ചതോടുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ആ പ്രശ്നം തൽക്കാലത്തേക്ക് ഒടുങ്ങുമെന്നാണ് കരുതുന്നത്. ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ആ ദുരന്തം ഏവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ, ഉയരപാത നിർമ്മിക്കുന്നതിനിടെ അവരുടെ അശ്രദ്ധ മൂലം, ദേശീയപാത അതോറിറ്റിയുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അശ്രദ്ധ മൂലം ഗർഡർ വീണ് ആലപ്പുഴയിലെ ആ മനുഷ്യനുണ്ടായിട്ടുള്ള ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. അതൊരു അനാസ്ഥയുടെ ഇരയെന്ന് തന്നെ നമുക്ക് പറയാം. പുലർച്ചെ 2:30 ഈ അപകടം ഉണ്ടായത്. ഈ വാഹനം വെട്ടിമുറിച്ചാണ് ആ മൃതദേഹം പുറത്തേക്ക് എടുത്തത്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽകോണിന്റെ വിശദീകരണം. പക്ഷേ ഈ കൃത്യമായ മുൻകരുതലുകൾ എടുക്കാതെ തുടരുന്ന ഇത്തരം പണികൾ തുടർ അപകടങ്ങൾക്ക് ഇടയാക്കുന്നു എന്ന വലിയ ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ മനുഷ്യനാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുകയോ മുൻകരുതൽ നൽകുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു അപകടമാണ്. പക്ഷേ അതൊന്നും മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ദേശീയപാത അതോറിറ്റി, അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി, അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മരിച്ച രാജേഷ്. എന്തായാലും വലിയ അനാസ്ഥയുടെ ഇരയായി ഒരു കുടുംബത്തിന്റെ അത്താണി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നത്. രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പക്ഷേ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനും +1 പഠിക്കുന്ന ഒരു മകളുമുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, അച്ഛനും അമ്മയും കൂടി ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് രാജേഷ് നോക്കിയിരുന്നത്. രാജേഷിന്റെ ഏക വരുമാനമാണ് ആ കുടുംബത്തിനുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതുവരെ ഒരു അധികാരികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ജീവിത സാഹചര്യം ഒരുക്കണം, നഷ്ടപരിഹാരം കിട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ധുക്കൾ ആ മൃതദേഹം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ഒരേ രാഷ്ട്രീയത്തിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. ഞങ്ങൾ ഒരേ യൂണിയനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത് ഇങ്ങനെ സംഭവിച്ചത് മറ്റൊരു കുടുംബത്തിൽ നാളെ ഉണ്ടാവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് അർഹമായ കോമ്പൻസേഷൻ വേണം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളിന്, രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ആണും ഒരു പെൺകുട്ടിയുമാണുള്ളത്. അതിനകത്തൊരു കുട്ടി എന്ന് പറയുന്നത് ജന്മനാ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ആ കുടുംബം മുമ്പോട്ട് പോകുന്നത് തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ വരുമാനം കൊണ്ടാണ്. പിന്നെ അവരുടെ മാതാപിതാക്കൾ, രാജേഷിന്റെ പ്രായമായ 2 മാതാപിതാക്കൾ, ഇവർക്കെല്ലാം അർഹമായ കോമ്പൻസേഷൻ കിട്ടുകയും വേണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കില്ല എന്ന്, ഒരു കുടുംബവും അനാഥമാകില്ല എന്നുള്ള ഒരു അഷുറൻസും ഞങ്ങൾക്ക് കിട്ടണം. ഈ 2 ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ ബന്ധപ്പെടുന്നവരോട് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവരായിട്ടും ഞങ്ങളുടെ കൗതുകരവും സങ്കടകരവുമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ ലെവലിൽ നിന്നാണേലും പിന്നെ അതല്ലേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണേലും ആരും ഞങ്ങളെ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. എന്തൊരവസ്ഥയാണ് എന്ന് നോക്കൂ. ഒരു മനുഷ്യൻ, ജോലിക്ക് പോയ മനുഷ്യനാണ്,
മുട്ട കയറ്റിയ വണ്ടിയായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജോലിക്ക് പോയ മനുഷ്യൻ പിന്നീട് വീടണഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് കിട്ടിയത്. അതും അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഒരു അധികാരികളും തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അവർ പറയുകയാണ്. പുലർച്ചെ 2:30 സംഭവമാണ്. അവർക്ക് നഷ്ടപരിഹാരം വേണം എന്ന ഒരു വലിയ ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതൊരു വലിയ ആവശ്യമല്ല, സ്വാഭാവികമായും ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് അത് സംബന്ധിച്ച് ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ അരൂരിലുണ്ടായ സംഭവം അനാസ്ഥയുടെ ഇരയാണ് ആ മനുഷ്യൻ എന്നതാണ് MP കൂടിയായ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. യാതൊരു മുൻകരുതലും സ്വീകരിക്കാതെയാണ് അവിടെ പണികൾ നടന്നത്. അവരാണ് അതിന് ഉത്തരവാദികൾ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. 40-ലധികം പേരുകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 40-ലധികം പേരുകളാണ് ഈ അരൂർ തുറൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക്, ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ MP എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ്. രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളോ അപകടം ഉണ്ടായി ചർച്ച ചെയ്യും. ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണെന്നും ഇതിൽ ദേശീയപാത അതോറിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്തായാലും സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ജീവനക്കാർക്കും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർക്കുമെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 105 വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ നരഹത്യ ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകളായതുകൊണ്ട് തന്നെ പ്രതികൾ റിമാൻഡിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത്. കരാർ കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ള ഈ വീഴ്ചകൾ എന്താണ് എന്നത് ഈ FIR-ൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഇവിടെ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തണമായിരുന്നു, മുന്നറിയിപ്പ് ബോർഡ് വെക്കണമായിരുന്നു. മാത്രവുമല്ല ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി വേണമായിരുന്നു ഇത് ചെയ്യാൻ. ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷേ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളോ ട്രാഫിക് നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്താതെ ഇവിടെ ഗർഡർ കയറ്റുകയായിരുന്നു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതിന്റെ ഈ അനാസ്ഥയുടെ ചിത്രം ആ FIR വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ അനാസ്ഥയ്ക്ക് ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അവർക്കിനി എന്ത് കൊടുത്താലും ആ നഷ്ടം നികത്തപ്പെടില്ല. പക്ഷേ അതിനുശേഷവും അവർക്ക് ഒരാശ്വാസമോ സഹായമോ ഉറപ്പ് നൽകാൻ അധികൃതർ മടിച്ചു നിൽക്കുന്നതിന്റെ കാഴ്ച കൂടി അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവരുടെ നഷ്ടം നികത്തുക എന്നത് സാധ്യമല്ല. അവരെ ആ വിഷമത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ, അവർക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സഹായം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ പ്രതിഷേധിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ, ഈ വലിയ നഷ്ടത്തിന്റെ അവസ്ഥയിൽ അവർക്ക് അതിനുവേണ്ടി പ്രതിഷേധിക്കേണ്ടി വരുന്ന, മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് തന്നെ ഒരു പാപമാണ്. എന്തായാലും ആ പ്രശ്നം വളരെ വേഗം പരിഹരിക്കപ്പെടട്ടെ എന്ന് കരുതാം. ഇനിയെങ്കിലും ഈ ജീവന് വില കൽപ്പിക്കാതെയുള്ള വികസനം ആവശ്യമാണ് എന്ന് പറയുമ്പോഴും അത് ഇങ്ങനെയാണോ നടത്തേണ്ടത് എന്ന ചോദ്യം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ചോദിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ, പകരം സംവിധാനങ്ങൾ ഒരുക്കാതെ, ഇപ്പോൾ സർവീസ് റോഡ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഈ ഒഴിവാക്കാമായിരുന്ന പ്രശ്നമാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും ജാഗ്രത ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടുത്ത അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ്. ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. SIT അതിനുള്ള വല വിരിച്ചിരിക്കുന്നു. അത് 2 പേരുടെ അറസ്റ്റാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ്. വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്ത സാഹചര്യമാണ്, ഒഴിഞ്ഞുമാറുന്ന സാഹചര്യമാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. മറ്റൊന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് വരുന്നത്. എന്താണ് ജയശ്രീയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കെന്ന് നോക്കിയാൽ 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും ഈ ജയശ്രീ പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിലെ പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമാണ് ജയശ്രീ. ഈ ജാമ്യാപേക്ഷ ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് തള്ളിയിരിക്കുന്നത്. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ.
മിനിറ്റ്സ് തിരുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറി എന്നതാണ് SITയുടെ കണ്ടെത്തൽ. പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ആണ് ഈ തിരുത്തിയിരിക്കുന്നത്. ജയശ്രീ ചെമ്പു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇൻവോൾവ്മെന്റായി NIA SIT കണ്ടെത്തിയിരിക്കുന്നത്. ജയശ്രീയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്, ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ട്. ഇത് കാട്ടിയാണ് ജയശ്രീ സെഷൻസ് കോടതിയെ സമീപിച്ചത്. സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. എന്തുകൊണ്ട് കീഴ്ക്കോടതിയെ സമീപിക്കാതെ ഹൈക്കോടതിയിലെത്തി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോടതി അത് തള്ളിയത്. തുടർന്നാണ് സെഷൻസ് കോടതിയിലേക്ക് ഇവർ എത്തിയത്. അപ്പോൾ ഇവർ തന്റെ നിരപരാധിത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ അപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത് കോടതി തള്ളുകയായിരുന്നു. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതും തെറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഹർജിയിൽ ജയശ്രീ വിശദീകരിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ കോടതി അത് കണ്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് കരുതുന്നത്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിന്റെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാം പ്രതി N വാസു എന്നിവർ അറസ്റ്റിലായിരുന്നു. അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്നത് വിശദീകരിക്കപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നു. പക്ഷേ പത്മകുമാർ വീണ്ടും അവധി ചോദിക്കുകയാണ്. അന്വേഷണം ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ ഹാജരാകാനാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരവസരം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയിട്ടും സാവകാശം ചോദിച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് അന്വേഷണ സംഘം പത്മകുമാറിന് നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഉടൻ തന്നെ ഹാജരാകാം എന്ന മറുപടിയാണ് പക്ഷേ പത്മകുമാർ നൽകിയിരിക്കുന്നത്. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം തേടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും SIT ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായക അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ കൂടി അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിനെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അത് ശരിയായ നിലയിൽ പോകുന്നു എന്നത് കോടതി തന്നെ വിലയിരുത്തിയതാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് എന്നത് ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ പങ്കിലേക്ക് SIT എത്തുകയായിരുന്നു. കോടതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ അറസ്റ്റ് എന്നത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അത് എപ്പോഴുണ്ടാകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് വാർത്തകൾ ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം, സായന സവാരിയിലേക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരു റോഡ് ട്രിപ്പാണ്. ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാടൻ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ചുരം പാതയായ ബോഡിമെട്ട്, ആ ബോഡിമെട്ടിലെ പാതയിലെ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ആണ് ഈ യാത്ര ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദൃശ്യമനോഹരമായ ഒരു കാഴ്ചയാണ്. കണ്ടതിന് ശേഷം തിരിച്ചെത്താം. സഹ്യനെ ചുറ്റിവരിഞ്ഞ് തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത. ബോഡിമെട്ട് മലമുകൾ മുതൽ താഴ്വാരം വരെ 17 ഹെയർപിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരം പാതയിൽ ഉള്ളത്. ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് ചുരം പാതകളെ അപേക്ഷിച്ച്
ഏറെ മനോഹരമാണ് ഈ പാതയിലെ കാഴ്ചകൾ. പുലർച്ചെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന താഴ്വാരം, കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റിക്കടന്നു പോകുന്ന റോഡ്, ചെങ്കുത്തായ പർവ്വതങ്ങൾ, മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ഈ യാത്രയിൽ. അതാണ് 68 ഞാൻ റോഡ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് കുതിര സവാരിയും അങ്ങനെയുള്ള കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നതും ആൾക്കാർ വന്നുകൊണ്ടിരുന്നതും. അതിനു മുമ്പ് നടന്നു വന്നിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഏരിയ രാജാവിൻ്റെ കാലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ആർക്കോ രാജാവ് പതിച്ചു കൊടുത്തതാണ്. ഏലത്തോട്ട് നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും. ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഈ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് തെളിച്ചു കൊടുക്കും. ആ ലൈറ്റ് തെളിക്കുമ്പോൾ താഴെയുള്ളവർക്ക്, അതായത് ഈ ഇവരുടെ വീട്ടുകാർക്കറിയാം അവർ സേഫായിട്ട് ഇവിടെ എത്തി എന്നുള്ളത്. കാലഘട്ടം മുതൽ ചരിത്രം പറയാനുണ്ട് ബോഡിമെട്ട് ചുരത്തിന്. ഇടുക്കിയിൽ നിന്നും ഏലവും തേയിലയും കുരുമുളകും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പാത തുറന്നത്. മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില കൃഷി ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ടി യാത്രയ്ക്കായി വിപുലീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും ചുരം കയറി മലമുകളിലെത്തി. കാളവണ്ടി യുഗവും കുതിരക്കുളമ്പടിയും പിന്നിട്ട് മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാതയായി നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി 1963 നവീകരിച്ച ശേഷം 2023-24 വർഷത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മിച്ചു. തിരുവിതാംകൂർ പൂഞ്ഞാർ രാജഭരണ കാലഘട്ടത്തിലെ ചുങ്കം പിരിവ് മുതലുള്ള ചരിത്രമുണ്ട് ഈ പാതയ്ക്ക്. രാജമുദ്ര പതിപ്പിച്ച കെട്ടിടങ്ങൾ ഇന്നും ബോഡിമെട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പഴയകാല വാണിജ്യ പാതയ്ക്ക് ഇന്ന് വിനോദസഞ്ചാരത്തിലാണ് പ്രൗഢി കൂടുതൽ. മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തേയിലച്ചെരുവുകളും ഏലമലകളും പിന്നിട്ട് ആനയിറങ്കലും കണ്ട് ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പാണ്. ന്യൂസ് 18 ഇടുക്കി. എന്ത് രസമുള്ള കാഴ്ചകളാണല്ലേ. അപ്പോൾ വെറുതെ വാഹനത്തിൽ ഇരുന്നാൽ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വെള്ളച്ചാട്ടങ്ങളും അതുമൊക്കെ ഇറങ്ങി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ഒരു കാഴ്ചകളുടെ കൂമ്പാരം തന്നെയാണ് ഈ ബോഡിമെട്ട് ബോഡി ചുരം പാതയിലുള്ളത്. അപ്പോൾ പറ്റുന്നവർ, അതുവഴി പോകാൻ പറ്റുന്നവർ, അങ്ങനെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസാണ് ആ ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പകർത്തി ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.
നമസ്കാരം.